അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി എന്തു പണിയും എടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന UAE പുതിയൊരു പ്രഖ്യാപനം ഇറാനെതിരെ നടത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് അമേരിക്കയോടൊപ്പം ഇസ്രായേലിൻ്റെയും അമേരിക്കയോടൊപ്പം UAEയും മറ്റ് GCC രാജ്യങ്ങളും നന്നായി തകരാൻ വേണ്ടി പോകുന്നു എന്നതാണ് അഭിപ്രായപ്പെടുന്നത്. നമുക്കതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാനത് മലയാളത്തിലേക്ക് ക്രോഡീകരിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണെന്നുള്ള വായിച്ചു നോക്കാം. അദ്ദേഹം പറയുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. എന്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ വാദമുഖം? ഒറ്റക്കെട്ടായി ഇറാനെ നേരിടണം. ഈ ആവശ്യം ഉന്നയിക്കുന്നത് UAE പ്രസിഡൻറ്റിൻ്റെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരുപാട് ന്യായങ്ങളും അന്യായങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ആ മേഖല മൊത്തമായി സുരക്ഷിതമായി മാത്രമല്ല സമാധാനത്തോടുകൂടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്ന ദീർഘവീക്ഷണമാണ് ഈ ആളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനെ എങ്ങനെയെങ്കിലും തകർത്തേ പറ്റുള്ളൂ. ആ ഒറ്റയ്ക്ക് നിന്നാൽ അത് കഴിയില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല അതോടുകൂടെ UAE എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂപടത്തു നിന്ന് പോകും എന്നുള്ളത് ഒരുപക്ഷെ ഇയാൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് എല്ലാ രാജ്യത്തോടും ഇദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ സൈനിക ബലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഇറാനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്കായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളെന്ന്. സത്യത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്തു പണിയും ചെയ്യും എന്ന ഒരു ധ്വനി കൂടി ഇതിലൂടെ നമ്മുടെ ലോകത്തിന് മുമ്പിൽ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ചുരുക്കത്തിൽ ഞാൻ ആ പോസ്റ്റ് ചെയ്ത ഒരു സംഭവം ഒന്ന് വായിക്കാം. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ ഭീഷണികളെയും വെല്ലുവിളികളെയും നേരിടാൻ ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് അണിനിരക്കണമെന്ന് UAE പ്രസിഡന്റിൻ്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. മേഖലയിലെ സുരക്ഷയും അതേപോലെ തന്നെ സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനായി ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തവും ഐക്യവുമായിട്ടുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരികയും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ സൈനിക വിന്യാസം നടത്തേണ്ടതും നമ്മുടേത് മാത്രമായ ഉത്തരവാദിത്തമാണ്. പ്രാദേശികമായ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ല. IRGC എന്നെന്ന് നമ്മുടെ കണ്ണിലെ കരടാനെന്ന് കൂടി പറയാൻ അദ്ദേഹത്തിന് മടി കാണിച്ചിട്ടില്ല. അപ്പോൾ IRGC അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഇറാൻ്റെ ആ ഒരു സൈനിക സംവിധാനം എത്ര കണ്ട് ഇവർ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസും അതേപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളുടെ ഈറ്റിലവും പോറ്റിലുമായി എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലും കൂടെ ഉണ്ടായിട്ടും ഇറാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യം, അങ്ങനെയാണ് ഇവർ പരിചയപ്പെടുത്താറുണ്ടായിരുന്നത്. ആ രാജ്യത്തെ ഇപ്പം വല്ലാതെ പേടിക്കുന്നുണ്ട്. ആ പേടി മറ്റൊന്നും കൊണ്ടല്ല, ഇനി എങ്ങാനും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും കൂടുതൽ അത് താങ്ങിക്കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരിക എന്നത് കൃത്യമായിട്ട് UAE ഗവൺമെൻറ്റിന് അറിയാം. അതുപോലെ അവിടെയുള്ള നോളജുള്ള ആളുകൾക്കൊക്കെ അറിയാം. അതില്ലായ്മ ചെയ്യാൻ ഒരു മുഴം മുന്നേ എന്നുള്ള ലെവലിലാണ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് അങ്ങനെങ്ങാനും അല്ലെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ ആരാണ് ആദ്യം അവസാനിപ്പിക്കുക? കൃത്യമായി പറയാൻ പറ്റും, ഇത് ഇറാൻ അങ്ങോട്ട് അവസാനിപ്പിക്കും. ആരവസാനിപ്പിക്കും? UAE എന്ന് പറയുന്ന പ്രദേശം തന്നെ ചുട്ട് ചാമ്പലാക്കി കൈകളിലേക്ക് കൊടുക്കും. കാരണം അമേരിക്കക്ക് കഴിയാത്തതാണിപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് പോയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഇവരെല്ലാവരും കൂടി ശ്രമിച്ചാൽ അതിനാര് സപ്പോർട്ട് ചെയ്യണം? അവരുടേതാണ് ആയുധം. അമേരിക്കയുടെ ആയുധമായിട്ട് അമേരിക്കൻ സൈന്യം മുന്നിട്ടിറങ്ങണം. അമേരിക്കൻ സൈന്യത്തിന് കൃത്യമായി അറിയാം ഇവരെ നയതന്ത്രപരമായിട്ടല്ലാതെ ഒതുക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ആയുധബലം പ്രയോഗിച്ചാൽ കൂടുതൽ സൈനികരും കൂടുതൽ ആയുധങ്ങളും നമുക്ക് നഷ്ടമാകും. അതാണ് ഇന്ന് വരെ അനുഭവിച്ചതും മനസ്സിലാക്കിയതും. ആ കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇറാനാണിപ്പോൾ ലോക പോലീസ്. ഇറാനാണിപ്പം ലോകത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പാകത്തിൽ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട്. ഒന്ന് റഷ്യയും മറ്റൊന്ന് ചൈനയുമാണ്. അപ്പോൾ ഇനിയും ഒരു UAEയുടെ ഒരു വലിയ ഭീഷണി ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.